ഈ KSRTC ബന്ധപ്പെട്ട വാർത്തകൾ അത് നമ്മൾ പല ആവർത്തി പറഞ്ഞാണ്. ഇപ്പോൾ ഈ ഗതാഗത മന്ത്രിയുടെ വാക്കുകൾ കൂടി അതിൻ്റെ കൂടെ കൂട്ടിച്ചേർക്കുകയാണ്. ശരി, നമുക്ക് ഇനി ഇന്നത്തെ പ്രധാന വാർത്തകളിലേക്ക് എത്തുകയാണെങ്കിൽ ആദ്യമായി പറയാനുള്ളത് CPI സംസ്ഥാന സമിതി യോഗത്തെ സംബന്ധിച്ചാണ്. ഇന്ന് അവസാനിക്കാനിരിക്കുകയാണ്. നേരത്തെ രാജീവ് ഒന്ന് സൂചിപ്പിച്ച് വെച്ചിരുന്നു, മുഖ്യമന്ത്രിക്കെതിരെ അതിരൂക്ഷ വിമർശനം പാർട്ടിക്കുള്ളിൽ നിന്ന് തന്നെ. സംസ്ഥാന നേതൃയോഗങ്ങൾ ഇന്ന് അവസാനിക്കുകയാണ്. CPMന്റെ സംസ്ഥാന സെക്രട്ടേറിയറ്റ് ചേരുന്നുണ്ട്. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ചേർന്ന ഈ യോഗത്തിൽ രൂക്ഷമായ വിമർശനമാണ് മുഖ്യമന്ത്രി പിണറായി വിജയനെതിരെ ഉയർന്നു വന്നത്. തെരഞ്ഞെടുപ്പ് തോൽവി തന്നെ ചർച്ച ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് CPM ഈ നേതൃയോഗങ്ങൾ ചേർന്നത് തന്നെ. വ്യാപകമായ വിമർശനം മുഖ്യമന്ത്രിക്കെതിരെ ഉയർന്നു വന്നിരുന്നു. കാരണം മുഖ്യമന്ത്രിയുടെ ഈ ഏകാധിപത്യ നിലപാട് അത് തന്നെയാണ് വലിയ രീതിയിലുള്ള ഒരു തിരിച്ചടിയായി മാറിയത് എന്നുള്ളതാണ് ഈ യോഗത്തിൽ ഉയർന്നിരിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കൂടി സമിതി പറയുകയുണ്ടായില്ലേ, അതും കൂടി ചൂണ്ടിക്കാട്ടുകയുണ്ടായി. പിന്നെ മുഖ്യമന്ത്രിയുടെ വിദേശയാത്ര അങ്ങനെ തന്നെയല്ലേ? അതെ, ആ രീതിയിലാണ് ഈ വിമർശനങ്ങളെല്ലാം തന്നെ ഉയർന്നു വരുന്നൊരു സാഹചര്യം ഉണ്ടായിരുന്നു. ഈ അഴിമതി, അതായത് മുഖ്യമന്ത്രിയുടെ മകൾക്കെതിരായി ഉയർന്നു വന്ന അഴിമതി മാത്രമല്ല, കടുത്ത സാമ്പത്തിക പ്രതിസന്ധി നിലനിൽക്കുന്നതിനിടയിൽ വിദേശയാത്രകൾ പോകുന്നു, കേരളീയം പരിപാടി സംഘടിപ്പിക്കുന്നു, നവകേരളം സംഘടിപ്പിക്കുന്നു. ഇത്തരത്തിൽ കോടികൾ ചിലവഴിച്ചുള്ള പരിപാടികൾ ഒരു വശത്ത് സംഘടിപ്പിക്കുന്ന സമയത്ത് മറുവശത്ത് ഇത്തരത്തിൽ ക്ഷേമ പെൻഷനുകൾ നൽകാൻ കഴിയാത്തൊരു സാഹചര്യം, KSRTC ജീവനക്കാർക്ക് ശമ്പളം നൽകാൻ കഴിയുന്നില്ല, അതോടൊപ്പം തന്നെ സപ്ലൈകോയിൽ സാധനങ്ങളില്ല, കാരുണ്യ പോലുള്ള പദ്ധതികൾ നടപ്പിലാക്കാൻ കഴിയുന്നില്ല. ഈ സാധാരണക്കാർ ഏറ്റവും കൂടുതൽ ആശ്രയിക്കുന്ന ഒരു പദ്ധതിയാണ്, പാവപ്പെട്ടവർക്ക് ചികിത്സ ലഭിക്കുന്ന പദ്ധതിയാണ് കാരുണ്യ. അത് സംസ്ഥാന സർക്കാരിന്റെ പിടിപ്പുകേട് കാരണം പൂർണ്ണമായും അവസാനിക്കുന്നത്. സപ്ലൈകോയിൽ സാധനങ്ങൾ സബ്സിഡി നിരക്കിൽ കിട്ടുന്നതാണ്. അവിടെ എത്തുന്ന സമയത്ത് യാതൊരു വസ്തുക്കളും സബ്സിഡി ഇനത്തിൽ കിട്ടാനില്ലാത്ത ഒരു സാഹചര്യം. അതിനൊന്നും കാര്യം പറയാതിരിക്കുകയാണ് ഭേദം രശ്മി. ഈ സപ്ലൈകോയിൽ സാധനങ്ങൾ കിട്ടാനില്ല, ഇനി പുറത്തു നിന്ന് വാങ്ങിച്ചാലോ തീ വിലയും, എങ്ങനെ ജീവിക്കുമെന്ന് ഓർക്കുകയാണ്.